ഹസ്ബൻഡ് കസിൻ്റെ കല്യാണത്തിന് പോയ ഒരു യാത്രയാണ്. രാവിലെ ഒരു 5:45 ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് കാറിൽ യാത്ര തിരിച്ചു. കുട്ടു ആദ്യം കുറച്ച് നേരം ഉറങ്ങി, പിന്നെ എണീറ്റിരുന്നു. വലിയ വെഹിക്കിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം നടക്കുന്നത് ആറന്മുള അമ്പലത്തിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെഞ്ഞാറമൂട് എത്തി. വെഞ്ഞാറമൂട്ടിൽ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത്. അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇനിയിപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത എയിം. അവിടെ വെച്ച് തന്നെ എനിക്ക് മേക്കപ്പൊക്കെ റെഡിയാക്കിയിട്ട് വേണം പിന്നെ കല്യാണത്തിന് വേണ്ടി പോകാനായിട്ട്. അപ്പം ഞാൻ അധികമൊന്നും കഴിച്ചില്ല, 2 വട മാത്രമേ കഴിച്ചുള്ളൂ. അമ്മയും അച്ഛനും മസാല ദോശ കഴിച്ചു, കുട്ടുവും വട തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിനെത്തി. ഇടയ്ക്ക് വെച്ച് സാരി ഡ്രൈപ്പിങ്ങിന് ഞാനൊരു സ്ഥലത്ത് കയറിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കല്യാണത്തിനെത്തി. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ, ഇങ്ങനെ വഞ്ചിപ്പാട്ട് പാടിയിട്ടാണ് നമ്മൾ എതിരേൽക്കുന്നത് വരനെ. ശരിക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. കുട്ടു ഹാപ്പി ആയിട്ട് അച്ഛമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും നന്നായിട്ട് വഞ്ചിപ്പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എൻ്റെ അച്ഛൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും കല്യാണത്തിൻ്റെ വേറെ വീഡിയോസൊന്നും എൻ്റെതില്ല. അപ്പം ഞങ്ങൾ ആകെപ്പാടൊരു ഗ്രൂപ്പ് ഫോട്ടോ മാത്രമാണ് എടുത്തത്, എല്ലാവരും കൂടെ ഒരുമിച്ച്. ഞാൻ എൻ്റെ അമ്മയുടെ സാരിയാണ് ഇട്ടത്, അതിൻ്റെ കൂടെ പാലക്ക ജ്വല്ലറിയാണ് ഇട്ടത്. ഈ ബ്ലൗസ് തക്ഷതി ബുട്ടീക്കിൽ നിന്നാണ് ഞാൻ എടുത്തത്. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എന്നിട്ട് അന്ന് നൈറ്റ് ഞങ്ങൾ ഒരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് 11 o'clock ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ടുമാണ്. അപ്പോൾ ശരിക്കും വളരെ കുറച്ച് നേരം റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് കസിൻ്റെ വീട് വന്നിരിക്കുന്നത് മാരാരിക്കുളത്താണ്, കല്യാണ പെണ്ണിൻ്റെ വീട് ചെങ്ങന്നൂരാണ്. അപ്പോൾ നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് തിരിച്ച് മാരാരിക്കുളത്താണ് ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ട് വന്നത്. കരാപ്പുറം വില്ലേജ് റിസോർട്ട് ആൻഡ് സ്പാ എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. റിസോർട്ട് കണ്ടാൽ പിന്നെ കുട്ടി ഹാപ്പിയാണ്. എന്നിട്ട് ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പൂരിബാജിയാണ് കഴിച്ചത്. ദോശ, പൂരിബാജി, അങ്ങനെ ഓരോരുത്തർ ഓരോന്നാണ് ഓർഡർ ചെയ്തത്. ആണോ? ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുട്ടിന് പൂളി ചാടണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൂളിലിറങ്ങി. കുട്ടുവച്ചനെ ആണോ കുട്ടുവച്ച? അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ പൂളിലൊക്കെ കളിച്ചതിന് ശേഷം തിരിച്ചു കയറി. എന്നിട്ട് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കസിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് റിസപ്ഷനും കൂടെ കഴിഞ്ഞ് ഞാൻ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവും. റിസപ്ഷനും അടിപൊളിയായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഡെക്കറേഷനായിരുന്നു. ഇത് ചേർത്തലയാണ് നടന്നത് റിസപ്ഷൻ. ഇതാണ് അഞ്ഞേച്ചി, നമ്മുടെ രാഹുലിൻ്റെ കസിനാണ്, ഇപ്പോൾ കല്യാണച്ചക്കൻ്റെ ചേച്ചിയാണ്. റിസപ്ഷൻ നല്ല വൈബായിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അധികം നേരമൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം ട്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. റിസപ്ഷൻ കഴിഞ്ഞിട്ട് നല്ല DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനൊന്നും നിൽക്കാൻ പറ്റിയില്ല, ട്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങി. അപ്പോൾ ഇത് കുറച്ച് പിക്ചേഴ്സാണ് കേട്ടോ നമ്മുടെ